ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സിദാസ് റെസിപ്പീസ്. മുട്ടയും ഉരുളക്കിഴങ്ങും വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. വൈകുന്നേരങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കാടമുട്ട വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ സാധാ മുട്ട വെച്ചിട്ട് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ചെറിയ ബോൾസാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ കാടമുട്ട യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സാധാ മുട്ട വേണം എന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്താൽ മതി. ഇതിലേറെ ക്വാണ്ടിറ്റി എടുക്കണം എന്നേ ഉള്ളൂ. നമ്മൾ മസാലയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കണം എന്നേ ഉള്ളൂ. മുട്ട നമ്മൾ പുഴുങ്ങിയിട്ടാണ് ഇതിലേക്ക് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും പുഴുങ്ങിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ചട്ടി ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂണോളം മതി. ഇനി ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു സവാള അരിഞ്ഞതൊന്ന് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസ് സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതൊന്ന് നന്നായിട്ടൊന്ന് അരിഞ്ഞിട്ട് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉപ്പിട്ടാൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. ഇപ്പോൾ ഉള്ളി ഇവിടെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചി ഏകദേശം ഒരു ചെറിയ പീസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. കുറച്ചല്ലേ ഉള്ളൂ നമ്മുടെ മുട്ട, അപ്പോൾ അതിനനുസരിച്ച് കുറച്ചേ എടുത്തിട്ടുള്ളൂ. പിന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ ഇടുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പില 2 തണ്ട് കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ മല്ലിയില എടുത്തിട്ടുണ്ട്. മല്ലിയില ഒരു 2 തണ്ട് തന്നെ മല്ലിയില എടുത്തിട്ടുള്ളൂ. നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അതുകൂടി ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അത് രണ്ടും കൂടെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. മുളക് പൊടിയാണ് ഇടുന്നത്. മുളക് പൊടി ഒരു 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. 2 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് ഉടച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ കൈകൊണ്ടോ അല്ലെങ്കിൽ മിക്സിയിൽ വെച്ചിട്ടോ ഒന്ന് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കുക. എന്നിട്ട് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഞാൻ കൈകൊണ്ട് അടച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടും. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് വറ്റൽമുളക് പൊടിച്ചത്. അതൊന്ന് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഇവിടെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇത് ബൗൾസ് ആക്കിയിട്ടാണ് നമ്മൾ റെഡിയാക്കുന്നത്. അതിനായിട്ട് ഞാൻ കാടമുട്ട എന്താ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുത്തതാണ്. അപ്പോൾ പുഴുങ്ങിയെടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ളതാണ്. ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബൗൾസാക്കി എടുക്കാം. ഏത് ഷേപ്പിലും ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഒരു ഓവൽ ഷേപ്പിലാണ് ചെയ്യുന്നത്. ബൗളാക്കി എടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ബൗൾസാക്കി എടുത്താൽ മതി. നമ്മൾ ആദ്യം മസാല ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം അതിൻ്റെ നടുവിലായിട്ട് ഒരു മുട്ട വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ഷേപ്പ് ഏത് ഷേപ്പിലാണോ നമുക്ക് വേണ്ടത് ആ ഒരു ഷേപ്പിലാക്കി എടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ചെയ്യുന്നത്. ബൗൾസ് ആക്കിയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതുപോലെ ഒന്ന് റൗണ്ടിൽ ചുറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഷേപ്പിൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇത് ചെയ്ത് വന്നപ്പം ഏകദേശം ഒരു 10 കാടമുട്ടക്കാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പം നിങ്ങൾ സാധാരണ മുട്ട വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് സാധനങ്ങൾ എടുത്തിട്ട് മസാല ഉണ്ടാക്കുക. അതുപോലെ തന്നെ കാടമുട്ട വെച്ചിട്ട് തന്നെ ഒരുപാട് കാടമുട്ടയൊക്കെ വെച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള ക്വാണ്ടിറ്റിയൊക്കെ ഒന്ന് ഡബിൾ ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ എല്ലാ മുട്ടയും ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു ബൗളിലോട്ട് നമുക്ക് 2 ടീസ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക.
ഒരു ഇത്തിരി കുരുമുളക് പൊടി കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. കൂടുതലായിട്ട് ലൂസ് ആവണ്ട കേട്ടോ. കുറഞ്ഞൊരു കട്ടിയിലാണ് നമുക്ക് ഈ ഒരു മാവ് വേണ്ടത്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. എന്നിട്ട് അതിനനുസരിച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ബ്രെഡ് പൊടിയാണ്. അപ്പോൾ ഞാനിവിടെ ഫ്രഷ് ബ്രെഡ് അതിൻ്റെ അരികൊന്നും കളയാതെയാണ് കേട്ടോ പൊടിച്ചെടുത്തിട്ടുള്ളത്. നേരിട്ട് അതുപോലെ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഓരോ ബോൾസും നമുക്ക് ഈ മൈദാമാവിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ ഒന്ന് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. എല്ലാം നമ്മൾ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഓരോ ബോളായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ എഗ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ്. നമ്മൾ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുന്നതിൽ നിന്നും ഒന്നുകൂടി ഒന്ന് വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്യണം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്യണേ. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്യുക. എങ്കിലേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.